ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഒരു 10-25 ദിവസം നമ്മൾ കാശ്മീർ യാത്രയിലായിരുന്നു. അപ്പോൾ അതിൽ നമുക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായി, മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായി. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് അടൽ ടണൽ വഴി കിലോങ് പോണ സമയത്ത് അടൽ ടണൽ കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴിഞ്ഞൊരു പ്രദേശമാണ്. നമ്മൾ പുറത്ത് പോയ ആളുകൾക്ക് അറിയാം, ഈ മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ഒഴിഞ്ഞൊരു മരുഭൂമി പോലെയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പോരുമ്പോൾ കിലോങ്ങൾക്ക് എത്താൻ ഒരുപാട് കിലോമീറ്ററുകൾ പോകണം അവിടുന്ന്. അപ്പോൾ നമ്മൾ ഇതേപോലെ പതുക്കെ പോയിക്കാണ്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറച്ച് പോകുന്ന സമയത്ത്, കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ചെറിയൊരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷെഡൊക്കെ ഇട്ടിട്ട് അവിടെ പോയപ്പോൾ ഒരു നല്ല പ്രായമായ രണ്ടാളുകളെ കണ്ടു. ഒരു വല്യപ്പയും അവരെ ഷോപ്പ് കയറി അവരെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഹോട്ടലിൽ. കാരണം എന്താ വെച്ചാൽ അവിടെ കാരണം ആളുകൾ വരാത്തൊരു ഏരിയയാണ്. കാരണം നമ്മൾ വന്നിട്ട് കയറി ഇരുന്നിട്ട് നമ്മൾ എന്താ വേണ്ടത് അപ്പം പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കി തരുകയാണ്. കാരണം മുൻകൂറായിട്ട് അവരൊന്നും ഉണ്ടാക്കി വെക്കില്ല. കാരണം വെച്ചാൽ അങ്ങനെ ആളുകൾ വരുന്ന ഏരിയ അല്ല. അത്യാവശ്യമായിട്ട് വല്ലപ്പോഴും വണ്ടി പോവുള്ളൂ കൂടെ. അങ്ങനെ പോകുമ്പോൾ കയറി അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങളവിടെ കയറിയിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങളുടെ വലിയ കാര്യമായിരുന്നു. ഞങ്ങളെ ഫ്ലാസ്റ്റിക്കിലൊക്കെ ചൂടുവെള്ളമൊക്കെ ആക്കി തന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നു. നല്ല പ്രായമുള്ള ആളുകൾ, നമ്മളെ മരുപ്പാലിലൊക്കെ എത്രയോ ഇതല്ലേ, വല്യമ്മൊക്കെ പറയുമല്ലോ, അവർ ഏജൻ്റ് അവർക്ക്. അപ്പോൾ അവരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോകണം, നിങ്ങൾ അധികം ഇവിടെ നിൽക്കരുത്, കാരണം ഇവിടെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പെട്ടെന്ന് കിലോങ്ങിൽ എത്തണം കേട്ടോ എന്ന് പറഞ്ഞു. എവിടെ നിൽക്കരുത്, സ്ലോ ആയി പോയതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വിചാരിക്കണത് ഞങ്ങൾ 4 ആളുകളില്ലേ, ഞങ്ങൾ ഡ്രൈവ് ചെയ്യും, ഞങ്ങളത് അറിഞ്ഞില്ലാണ് ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. പെട്ടെന്ന് ഒരു ക്ലൈമറ്റിൽ മാറ്റം വന്നു. പെട്ടെന്ന് നമ്മളെ വണ്ടിൻ്റെ മെയിൻ ഗ്ലാസ്, ബാക്ക് ഗ്ലാസ്, സൈഡ് ഗ്ലാസ്സൊക്കെ പെട്ടെന്ന് ഫ്രീസായി നിൽക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അതേപോലെ തണുപ്പ് പെട്ടെന്ന് അടിച്ച് കയറേണ്ട വണ്ടിയിട്ടുള്ളൂ. കാരണം നമ്മൾ ഗ്ലാസ് 4 പൊക്കി വെച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എയിലാണ് ഈ തണുപ്പ് കയറി വരുന്നതെന്ന് അറിയില്ല. അത് അത്ര പെട്ടെന്നാണ്, അതുവരെ ഇല്ലാത്തൊരു തണുപ്പ്. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ മൈനസിലോട്ട് വരികയാണ്, ക്ലൈമറ്റ് മൈനസിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി, നമ്മളെ കയ്യിൽ കത്തിയൊക്കെ വെച്ചിട്ട് നമ്മളെ ഗ്ലാസ്സിനകത്ത് ഐസ് നമ്മൾ കുത്തി അടർത്തി എടുത്തിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് വീണ്ടും നമ്മൾ യാത്ര നോക്കും. ഇതേ അവസ്ഥ തന്നെ പിന്നെ അതിൽ പെട്ടെന്ന് ഇതേമാതിരി തണുപ്പ് സഹിക്കാൻ പറ്റാനായിട്ട് വണ്ടിയിലുള്ള നമ്മളെ സുഹൃത്തുക്കൾക്കാണെങ്കിൽ അവർക്ക് തലവേദന, തല പൊള്ളിണായിട്ടുള്ള വേദന. അതേമാതിരി എൻ്റെ മൂക്കിൽ നിന്നാണെങ്കിൽ ചെറുതായിട്ട് ബ്ലഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരിക. കാരണം തണുപ്പ് മൈനസിലോട്ട് വന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയണില്ല. ആകെ ശരീരം അങ്ങ് തളർന്നു പോണ പോലെയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ 4 ആളും ഒറ്റ ടയർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓന് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് മുന്നോട്ട് വീണ്ടും എടുത്തത്. എന്തെങ്കിലുമൊക്കെ ആരെയും കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പൊക്കെ ഞങ്ങൾ കുറേ നോക്കി, മിലിറ്ററി ക്യാമ്പ് കാണുകയാണെങ്കിൽ മിലിറ്ററി ക്യാമ്പ് കയറ്റുക എന്നുള്ള തീരുമാനമൊക്കെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് അപ്പം ഒന്നും കാണില്ല. ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോണ സമയത്ത് ചെറിയൊരു ആ കുടിലേക്ക് ഞങ്ങൾ പെട്ടെന്ന് ഓടിച്ച് കയറ്റി. ഞാനാകെ തളർന്നു. കാരണം വെച്ചാൽ ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലായി പോയി. ഈ കൂടെ ഉള്ളവർക്ക് അവരും ടയർഡായി, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ആ കുടിൻ്റെ ഉള്ളിൽ കയറി. അവിടുന്ന് ആ വ്യക്തി പെട്ടെന്ന് ഞങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചു തന്നു. റൂമെന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഷീറ്റൊക്കെ ഇട്ട് കാണരുത്. എന്നാലും തണുപ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല തണുപ്പുള്ളൊരു ഉള്ളിൽ നല്ല തണുപ്പ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കോട്ടിട്ടതിന് സ്ലീപ്പിംഗ് ബാഗൊക്കെ ഓപ്പണാക്കി അതിനുള്ള കയറി കിടന്ന് അതിൻ്റെ മുകളിൽ കുറേ കമ്പിളിയൊക്കെ ഇട്ടു. പക്ഷെ എന്നാലും ആ തണുപ്പ് നമുക്ക് താങ്ങാൻ കഴിയണില്ല. അത്ര ഡേഞ്ചർ. ഞങ്ങൾ അന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല ആരും. അതിന് മുന്നേ വരെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഐസിലൂടെ നടക്കുമ്പോഴും ഐസിലൂടെ കളിക്കുമ്പോഴും ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഐസിൽ ഞങ്ങൾ എന്തെല്ലാം കുത്തി മറിഞ്ഞാലും ഞങ്ങൾക്ക് അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത് മൈനസിലോട്ട് ഇങ്ങനെ കൂടി വരുന്നത്. അങ്ങനെ നേരെ വെളുപ്പിച്ചത് എങ്ങനെയുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ചുറ്റും ഞങ്ങൾക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം നല്ലോണമായിരുന്നു. ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. കൂടെയുള്ള ആൾക്കാർക്കാണെങ്കിൽ എനിക്കാണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾ കടന്നു പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, അടൽ ടണൽ വഴി യാത്ര ചെയ്യുമ്പോൾ രാവിലെ, അതായത് മോർണിംഗിൽ ഫുഡ് കഴിച്ച് അപ്പോൾ പെട്ടെന്ന് യാത്ര തുടങ്ങിയിട്ട് പെട്ടെന്ന് പോവുക. എന്നിട്ട് കിലോങ്ങിലെത്തണം. ഒരേ പോക്ക് പോവുക. അവിടെ ഇവിടെ നമ്മൾ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ക്ലൈമറ്റിലാകപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ റൈഡേഴ്സിനോടൊക്കെ നമുക്ക് നമ്മൾ അവരുടെ ഒരു മെസ്സേജായിട്ട് പാസ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എല്ലാ സമയം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ സീസണ് ആയി തുടങ്ങിയില്ലേ, അതായത് ഇപ്പോൾ സീസൺ ആയി തുടങ്ങുകയാണ് ഇപ്പോൾ അവിടെ. ആ സമയത്ത് ലാസ്റ്റ് കണക്ക് ഞങ്ങളവിടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി പോകുന്ന ആളുകൾക്കുള്ളൊരു മെസ്സേജാണ്, നല്ലോണം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം അവിടേക്കുള്ള യാത്രകൾ കുട്ടികളായിട്ടുള്ളത് ഒഴിവാക്കാൻ നോക്കുക. കാരണം നമ്മളെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ചെറിയ മക്കളെ അവസ്ഥകളൊക്കെ ഒന്നും പറയണ്ടാവില്ല.
ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ അവിടുന്ന് മോർണിംഗിൽ ഞങ്ങളെ വണ്ടി മൊത്തം ഫ്രീസാണ്. നമ്മൾ റേഡിയേറ്ററിലെ വെള്ളമൊക്കെ പറഞ്ഞാൽ ആകെ ഫ്രീസായി കിടക്കുക. നമ്മൾ 1 മണിക്കൂറോളം ഗ്യാസ് സ്റ്റൗ നമ്മളെ ഇഞ്ചിൻ്റെ താഴെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മളെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി ഞങ്ങൾ കീലോങ് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാണ് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഞങ്ങളൊന്ന് മനസ്സമാനത്തോടെ നമ്മളൊന്ന് ഉറങ്ങിയത്. ആ ഒരു രാത്രി ഞങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. അപ്പോൾ അവിടെ ഉള്ളൊരു വ്യക്തി നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ശരിക്കും നിങ്ങൾ രക്ഷപ്പെട്ടു എന്നേ ഞങ്ങൾ പറയുള്ളൂ. കാരണം വെച്ചാൽ ഒന്നെങ്കിൽ അങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞാൽ ആരും രക്ഷിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അവിടെ മരണം സംഭവിക്കുക, ഒന്നത്. അല്ലെങ്കിൽ അഥവാ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരം എന്താ പറയുക, ഒന്നിനും പറ്റാത്തൊരു കോലത്തിലെന്ന് പറയല്ലോ നമ്മൾ. അങ്ങനെ ആയിരിക്കും അവിടെ ഉള്ള ഒരാൾ പറഞ്ഞാണ്. കാരണം അത്രമാത്രമാണ് അവിടുത്തെ മൈനസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അകപ്പെട്ടാൽ അങ്ങനെ ആയിരിക്കും സംഭവിക്കുക. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ തീ കായാൻ പറ്റിയ വറകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയിമലൊക്കെ പിടിച്ച് നിൽക്കാം. പക്ഷെ നമ്മളെ വണ്ടിയിൽ അങ്ങനത്തെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ വറകും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ സാധനങ്ങൾ തന്നെ അത്യാവശ്യം ചെറിയ വണ്ടിയല്ലേ, അത് അങ്ങനത്തെ സാധനങ്ങൾ കുറവാണ്. വറകും കാര്യങ്ങളും നമ്മളധികം കൊണ്ടുവന്നില്ല. പിന്നെ ഗ്യാസ് സ്റ്റവ് നമുക്ക് കത്തിക്കായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മളെ മൈൻഡിൽ അങ്ങനെയൊന്നും ഇല്ല. എന്താ ചെയ്യേണ്ടത്, നമുക്ക് രക്ഷപ്പെടുക, അതിന് എന്തൊക്കെ വേറെ മാർഗ്ഗം നോക്കുക, അതേ നമ്മൾ നോക്കണുള്ളൂ. അതിൽ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യം നമുക്കപ്പോൾ നമ്മുടെ മൈൻഡിലില്ല. എവിടെയെങ്കിലും ഒരു ഷെഡ് അല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പ് അങ്ങനെ എന്തെങ്കിലും കാണുക, അവിടേക്ക് വേഗം നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ഓരോ ഹെൽപ്പ് ചോദിക്കുക. അത്ര മാത്രമേ നമ്മളെ മൈൻഡിലപ്പം ഉണ്ടായിരുന്നുള്ളൂ. എന്തോ എന്നറിയില്ല, ദൈവത്തിൻ്റെ ഇതെന്ന് പറയാം. പക്ഷെ നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ കഴിച്ചിലായി രക്ഷപ്പെട്ടു അവിടുന്ന്. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഈ കാര്യം നല്ല ശ്രദ്ധിക്കുക. അടൽ ടണൽ വഴി പെട്ടെന്ന് പാസ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഇതായിപ്പോൾ സാവധാനം പോയിട്ട് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കാരണം വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഈ ലെവലിൽ താകുന്നതും ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര. പ്രത്യേകിച്ച് ബൈക്കിൽ പോകുന്ന ആളുകളോട്. അവിടെ ഞങ്ങൾ പോണ സമയത്ത് കുറേ റൈഡേഴ്സ് അവർ റോഡിലൊക്കെ ആകെ മഞ്ഞുള്ള സമയത്ത് സ്കിഡാവണം, കുറേ വണ്ടിക്കാർ സ്കിഡാവണം നമ്മൾ കണ്ടു. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വേണം യാത്ര ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതൊരു മെസ്സേജായിട്ട് കണ്ടാൽ മതി. കാരണം വെച്ചാൽ ഞങ്ങൾക്കുള്ളൊരു അനുഭവം, ഞങ്ങളന്ന് അനുഭവിച്ചതൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. ഞങ്ങളൊരു അനുഭവം ഇനി ആർക്കും ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്ന് ഈ കാര്യം ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി.